+2 മാത്തമാറ്റിക്സിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ ഒരു അക്കാദമിക് ഇയർ പോലും കടന്നു പോയിട്ടില്ല. ഏതൊരു ബോർഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാലും ആ പേപ്പറിലൊക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇനി വരാൻ പോകുന്ന ഏത് എക്സാം നിങ്ങൾ എടുത്തോ 95% എബോവ് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഈ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു പേപ്പർ ഉണ്ടാവില്ല. ഓക്കെ, സോ ക്വസ്റ്റ്യൻ ഏതാണ്? ഡിറ്റർമിനൻസിലെ ഇക്വേഷൻ സോൾവിങ്. 3 ഇക്വേഷൻസ് തരും, ഡയറക്ട്ലി 3 ഇക്വേഷൻസ് തരും. dash 3x plus 4y plus 3z is equal to 5 and 2x plus 5y minus 6z is equal to -1. ഇങ്ങനെ അതുപോലെ ഒരു ഇക്വേഷൻ കൂടെ അങ്ങനെ 3 ഇക്വേഷൻസ് ഉണ്ടാവും. 3 ഇക്വേഷൻസ് തന്നിട്ട് എക്സിന്റെ വൈൻ്റെ സെറ്റിന്റെ വാല്യൂസ് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറയുന്ന ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ ഇനിയും ഒരുപാട് തവണ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്ന് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ സോൾവ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ 2 തരത്തിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇക്വേഷൻസ് തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയും. രണ്ടാമത്തെ ടൈപ്പ് ഇതാ ഈ കാണുന്ന ക്വസ്റ്റ്യൻ, നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ എന്താ, സെന്റൻസസ് തരും, അതിനെ നമ്മൾ ഇക്വേഷനാക്കി ആദ്യം മാറ്റണം, എന്നിട്ട് ആ 3 ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണം. അങ്ങനെ ഓക്കെ അല്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്യാൻ പഠിച്ചാലോ? നോക്കിയടാ, ഫസ്റ്റ് തന്നെ സം ഓഫ് 3 നമ്പേഴ്സിന്റെ സമ്മ് എത്രയാ? 6 ആണ്. നമുക്ക് 3 നമ്പേഴ്സ് എക്സ് വൈ സെറ്റ് ആക്കി എടുക്കാം. അപ്പൊ അതിന്റെ സം എത്രയാ? 3 നമ്പേഴ്സിന്റെ സം എത്രയാ? 6. അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് ഈക്വൽ ടു 6, ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇഫ് വി മൾട്ടിപ്ലൈ ദ തേർഡ് നമ്പർ ബൈ 3, തേർഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഇത് തേർഡ് നമ്പർ, അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ്. ഇതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് നമ്പർ ആഡ് ചെയ്തു, അതായത് 3z പ്ലസ് വൈ, 3z പ്ലസ് വൈ. അങ്ങനെ തേർഡ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് 11 കിട്ടും. അപ്പൊ അവിടെ എക്സ് ഇല്ല അല്ലെ, 3z പ്ലസ് വൈ അല്ലേ, അപ്പൊ എക്സ് ഇല്ലെങ്കിൽ നമുക്ക് അതിന് എന്ത് എഴുതാം? 0x എന്ന് എഴുതാം. എക്സ് അവിടെ അല്ലല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പിന്നെ എന്താണത്? ബൈ ആഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പേഴ്സ് വി ഗെറ്റ് ഡബിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ. ഓക്കെ, എന്താ പറഞ്ഞത്? ബൈ ആഡിങ് ഫസ്റ്റ് ആൻഡ് തേർഡ് നമ്പർ, ഫസ്റ്റ് നമ്പറും തേർഡ് നമ്പറും ആഡ് ചെയ്യാം, എക്സും സെറ്റും ആഡ് ചെയ്യാം. അപ്പൊ എന്താ പറഞ്ഞത്? വി ഗെറ്റ് ഈക്വൽ ടു ഇടുക, എന്താ? ഡബിൾ ഓഫ് ദ സെക്കൻഡ് നമ്പറിന്റെ ഡബിൾ, സെക്കൻഡ് നമ്പർ വൈ അല്ലേ, അതിന്റെ ഡബിൾ എന്ന് പറഞ്ഞാൽ 2y എന്ന് വരും. പക്ഷേ നമ്മൾ ഇങ്ങനെയല്ല ഇക്വേഷൻ എഴുതാം. നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതണം? എക്സും വൈ സെറ്റും ഒരു സൈഡിലും ബാക്കിയുള്ള നമ്പേഴ്സും ഒക്കെ മറ്റേ സൈഡിലും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെയുള്ള ഈ 2y ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പം ഇപ്പുറത്ത് ഓൾറെഡി എക്സും വൈ ഉണ്ട്, ഞാൻ അതിന് നോർമലി എഴുതാണ്, എക്സ് ഉണ്ട്, പിന്നെ അവിടെയുള്ള 2y ഇപ്പുറം വന്നാൽ -2y ആയി, പ്ലസ് സെറ്റ് ഈക്വൽ ടു 0, എക്സ് മൈനസ് 2y പ്ലസ് സെറ്റ് ഈക്വൽ ടു 0 എന്ന് വന്നു. ഇതാണ് നമ്മുടെ 3 ഇക്വേഷൻസ്. ഇത് സോൾവ് ചെയ്തിട്ട് എക്സിന്റെയും വൈൻ്റെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ 3 ഇക്വേഷൻസ് തരും, എന്നിട്ട് സോൾവ് ഫോർ എക്സ് വൈ ആൻഡ് സെഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നിട്ട് അതിനെ ഇക്വേഷൻ ആക്കിയിട്ട് പിന്നെ സോൾവ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത് സോൾവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം എ എന്നുള്ള മെട്രിക്സ് എഴുതുക, മെട്രിക്സ് എ എന്നുള്ള മെട്രിക്സ് എഴുതാൻ ഒന്നും ആലോചിക്കേണ്ട. ആദ്യത്തെ ഇക്വേഷനിൽ എക്സിൻ്റെയും വൈൻ്റെ സെറ്റിൻ്റെയും കോഫിഷ്യൻസ് എഴുതി കൊടുക്കുക. ഇവിടെ എക്സ് തന്നെ വെറും എക്സ് തന്നെ ഒരു എക്സ്, അപ്പോൾ എക്സിൻ്റെ കോഫിഷ്യൻ്റ് 1. രണ്ടാമത്തേൽ വൈൻ്റെ കോഫിഷ്യൻ്റ് വെറും വൈ 1 ആണ് വൈൻ്റെ കോഫിഷ്യൻ്റ്. ഇനി സെറ്റിൻ്റെ കോഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വെറും സെറ്റാണ് 1 സെറ്റാണ് 1. ഇനി രണ്ടാമത്തെ ഇക്വേഷനിൽ അങ്ങനെ തന്നെ ചെയ്യും. രണ്ടാമത്തെ ഇക്വേഷനിൽ നിങ്ങൾ അത് തന്നെ ചെയ്യും. എങ്ങനെയാണ്? 0x, അപ്പം എക്സിൻ്റെ കോഫിഷ്യൻ്റ് 0 ആണ്. 3z അല്ലേ, എന്താ പിന്നെ 3z ആണ്, സെറ്റിൻ്റെ കോഫിഷ്യൻ്റ് 3 ആണ്. പിന്നെ വെറും വൈ 1y ആണ്, അപ്പോൾ വൈൻ്റെ കോഫിഷ്യൻ്റ് 1. ശ്രദ്ധിക്കണം. ഇവിടെ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇതാണ് സംഭവം എന്ന് വെച്ചാൽ എക്സും വൈയും സെറ്റ്, നമ്മൾ ഇക്വേഷൻസ് എക്സ് വൈ സെറ്റ് ആ ഫോം തന്നെ അയക്കണം. ഇവിടെ നോക്കുക എക്സ് വൈ സെറ്റ്, ഇവിടെ നോക്കുക എക്സ് സെറ്റ് വൈ. അപ്പോൾ ആദ്യം അതൊന്ന് അങ്ങോട്ട് മാറ്റി എഴുതണം. ആദ്യം വൈ എഴുതണം, പിന്നെ സെറ്റ് എഴുതണം. കേട്ടോ. അപ്പം ആദ്യം വൈ എഴുതുക, വൈ വരുന്ന ടൈം എഴുതുക, പിന്നെ സെറ്റ് വരുന്ന ടൈം 3z അല്ലേ, 3z. ഓക്കെ, നോക്ക് അപ്പോൾ എന്താ വരിക? 0 1 3 അല്ലേ. എക്സിൻ്റെ കോഫിഷ്യൻ്റ് 0, വൈൻ്റെ കോഫിഷ്യൻ്റ് 1, സെറ്റിൻ്റെ കോഫിഷ്യൻ്റ് 3. ഇനി അടുത്തത് എക്സിൻ്റെത് 1, വൈൻ്റെത് -2, സെറ്റിൻ്റെത് 1 അല്ലേ. 1 -2 1 എ ആയി. ഇനി എക്സ് എന്നുള്ള മെട്രിക്സ് എഴുതാം. അപ്പോൾ എ എന്നുള്ള മെട്രിക്സ് കിട്ടി. ഇനി എക്സ് എന്നുള്ള മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആണ്. ആൻഡ് അതിൽ എഴുതുന്ന സാധനങ്ങൾ വാരിയബിൾസ്, ഏതൊക്കെ വാരിയബിൾസ് ഉള്ളത്? എക്സും വൈ സെറ്റും അല്ലേ. സോ എക്സ് വൈ സെറ്റ്. ഇനി ബി എന്നുള്ള മെട്രിക്സ് നമ്മുടെ RHS എഴുതേണ്ടത് റൈറ്റ് സൈഡിൽ എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് കറക്റ്റ് ഓർഡർ തന്നെ എഴുതണേ. എങ്ങനെയാണ്? 6 11 0, 6 11 0. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ AX = B എന്നാണ് നമ്മുടെ ഇക്വേഷൻ. AX = B എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിന് നിങ്ങളൊന്ന് മാറ്റുക. എങ്ങനെയാണ്?
എക്സ് ഈക്വൽ ടു എ അങ്ങോട്ട് കൊണ്ടുപോകുക. എ അപ്പുറം മുമ്പ് ഡിവൈഡ് ബൈ എ ആവൂലേ, ബി ബൈ എ എന്നാ വരിക. അത് എ മേലോട്ട് കേട്ടാൽ എ ഇൻവേഴ്സ് ആയി. എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാ വരിക. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ സെഡ് വാല്യൂസ് ആണ്. എക്സ് വൈ സെഡിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ ഈ മെട്രിക്സ് എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ്, ഈ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞ മെട്രിക്സ് സോൾവ് ചെയ്താൽ മതി. അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ അതിന് ആദ്യം എ ഇൻവേഴ്സ് എന്താണെന്ന് അറിയണം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ ആണ്. അഡ്ജ് എ ആണ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1 ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു അഡ്ജ് എ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഡിറ്റർമിനന്റ് ഓഫ് എയും അഡ്ജോയിന്റ് ഓഫ് എയും കണ്ടുപിടിക്കണം. നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കാം ആദ്യം. ഡിറ്റർമിനന്റ് ഓഫ് എ, ഡിറ്റർമിനന്റ് ഓഫ് എ എന്താ മക്കളെ വരിക? ഡിറ്റർമിനന്റ് ഓഫ് എ നോക്ക്. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുമ്പോൾ നിങ്ങൾ 1 ഇൻറ്റു ഓക്കെ 1 ഇൻറ്റു എന്താ ബ്രാക്കറ്റിൽ വരിക നോക്ക്. ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 ഇൻറ്റു 1 1 മൈനസ് 2 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6. അപ്പം മൈനസും മൈനസും കൂടെ പ്ലസ് ആയി, പ്ലസ് 6 ആയി. ദെൻ മൈനസ് 1 ഇൻറ്റു അത് വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക. ദെൻ 0 ഇൻറ്റു 1 0 മൈനസ് 3 ഇൻറ്റു 1 0 മൈനസ് 3 എന്ന് വരും അല്ലേ. 0 മൈനസ് 3 അല്ലേ. 0 ഇൻറ്റു 1 0 മൈനസ് 3. ഇനി പ്ലസ് 1 ഇൻറ്റു അത് വരുന്ന റോയിങ് കോളം ഒഴിവാക്കുക. 0 ഇൻറ്റു മൈനസ് 2 0 മൈനസ് 1 ഇൻറ്റു 1 1 0 മൈനസ് 1. ഓക്കെ, ഇതാണ് ഡിറ്റർമിനന്റ്. അപ്പോൾ ഡിറ്റർമിനന്റ് എത്ര കിട്ടി മക്കളെ നോക്ക്. 6 പ്ലസ് 1 7 7 ഇൻറ്റു 1 7 തന്നെ. പിന്നെ മൈനസ് 1 ഇൻറ്റു 0 മൈനസ് 3 എന്ന് പറഞ്ഞാൽ മൈനസ് 3. അപ്പോൾ മൈനസ് 1 ഇൻറ്റു മൈനസ് 3 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആയി 3. ഇനി 1 ഇൻറ്റു 0 മൈനസ് 1 1 ഇൻറ്റു 0 മൈനസ് 1 മൈനസ് 1 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു മൈനസ് 1 മൈനസ് 1. 7 3 10 മൈനസ് 1 9 9. ഡിറ്റർമിനന്റ് ഓഫ് എ 9 കിട്ടി. ഇനി അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. സോ ആദ്യം കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണം. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണം. കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മൈനേഴ്സ് കണ്ടുപിടിക്കണം. മൈനേഴ്സ് കണ്ടുപിടിച്ചോ, മെട്രിക്സിന്റെ മൈനേഴ്സ് കണ്ടുപിടിച്ചോ. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം നമുക്ക് ആ മെട്രിക്സ് ഒന്ന് എഴുതാം. ഈ മെട്രിക്സ് ഒന്ന് നമുക്ക് എഴുതാം. അടുത്ത പേജിലേക്ക് എടുത്തെഴുതാം. ഓക്കെ, ഇതിന്റെ മൈനേഴ്സ് എഴുതാം ആദ്യം. മൈനേഴ്സ് എന്ന് പറയുമ്പോൾ M11. ആദ്യം M11 എഴുതി. M11 എന്താ വരിക? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം അത് ഒഴിവാക്കുക. ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എന്താ? 1 ഇൻറ്റു 1 1 മൈനസ് 3 ഇൻറ്റു മൈനസ് 2 മൈനസ് 6. അപ്പോൾ 1 മൈനസ് 6 മൈനസ് കൂടെ പ്ലസ് ആവും. 1 പ്ലസ് 6 7. ഇനി M12 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം അത് രണ്ടും ഒഴിവാക്കുക. ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം ഒഴിവാക്കുക. ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് എന്താ? 0 ഇൻറ്റു 1 0 മൈനസ് 3 ഇൻറ്റു 1 3 0 മൈനസ് 3 മൈനസ് 3. ഇനി M13 ഈക്വൽ ടു ഫസ്റ്റ് റോയും തേർഡ് കോളം ഒഴിവാക്കുക. ബാക്കിയുള്ള ഡിറ്റർമിനന്റ് എന്താ? 0 ഇൻറ്റു മൈനസ് 2 0 മൈനസ് 1 ഇൻറ്റു 1 1 0 മൈനസ് 1 എന്താ? മൈനസ് 1. ഇനി M21 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം ഓക്കെ. എത്ര പേര് ഡിറ്റർമിനന്റ് ബാക്കിയുള്ളതിനെ? 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2. അതിൽ തന്നെ മൈനസും കൂടെ പ്ലസ് ആയി. 1 പ്ലസ് 2 3. ഇനി M22 സെക്കൻഡ് റോ സെക്കൻഡ് കോളം അത് ഒഴിവാക്കുക. ബാക്കി 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 1 1 1 മൈനസ് 1 0. ഇനി M23 എന്ന് പറഞ്ഞാൽ 3 സെക്കൻഡ് റോ തേർഡ് കോളം ഒഴിവാക്കുക. പിന്നെ 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 മൈനസ് 1 ഇൻറ്റു 1 1 മൈനസ് 2 മൈനസ് 1 മൈനസ് 3. ഓക്കെ അല്ലേ? ഇനി നോക്ക് M23 ആയി. ഇനി M21 22 23. ഇനി M31 എന്താ വരിക? തേർഡ് റോ ഫസ്റ്റ് കോളം ഒഴിവാക്കുക. ബാക്കി എന്താ? 1 ഇൻറ്റു 3 3 മൈനസ് 1 ഇൻറ്റു 1 1 3 മൈനസ് 1 എത്രയാ? 2. ഇനി M32 എന്ന് പറഞ്ഞാൽ തേർഡ് റോ സെക്കൻഡ് കോളം അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 ഇൻറ്റു 3 3 മൈനസ് 1 ഇൻറ്റു 0 0 3 മൈനസ് 0 3. ഇനി M33 തേർഡ് റോ തേർഡ് കോളം ഒഴിവാക്കുക. അത് ഒഴിവാക്കി കഴിഞ്ഞാൽ 1 ഇൻറ്റു 1 1 മൈനസ് 1 ഇൻറ്റു 0 0 1 മൈനസ് 0 1 തന്നെ. അപ്പോൾ നമ്മൾ മൈനേഴ്സ് എഴുതി. ഇനി അതിന് കോഫാക്ടേഴ്സ് എഴുതണം. കോഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നും ആലോചിക്കേണ്ട. A11 എന്താ? സി 1 + 1 2 ആണ്. ഇവൺ ആണെങ്കിൽ സെയിം നമ്പറിന് എഴുതി കൊടുക്കുക. 7 അല്ലേ? 7 തന്നെ എഴുതി കൊടുക്കുക. ഇനി A12 1 + 2 ഈ രണ്ട് നമ്പേഴ്സ് ഇവൺ ആണെങ്കിൽ സെയിം നമ്പറിന് എഴുതുക. ഓടാണെങ്കിൽ അതിൻ്റെ കോഫാക്ടറിൻ്റെ
ഓപ്പോസിറ്റ് സൈൻ, മൈനറിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ 1 + 2 3 ഓഡ് നമ്പറാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ ഇവിടെ 1 2 എത്രയാ -3 അല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് +3. ഇനി A13 എന്ന് പറയുമ്പോൾ 3 + 1 4 ആണ്, ഈവൻ നമ്പറാണ്. സോ സെയിം സാധനം തന്നെ -1 തന്നെ. ഇനി A21 എന്ന് പറയുമ്പോൾ 2 + 1 3 ഓഡ് നമ്പറാണ്. അപ്പോൾ ഇവിടുത്തെ ഓപ്പോസിറ്റ് സൈന് 3 അല്ലേ, -3. ഇനി A22 2 + 2 4 ആണ്. 2 + 2 4 ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആകുമ്പോൾ സെയിം നമ്പർ തന്നെ 0. ഇനി A23 എന്ന് പറയുമ്പോൾ 3 + 2 5 ഓഡ് നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈന് -3ൻ്റെ ഓപ്പോസിറ്റ് +3. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ A31 എന്ന് പറയുമ്പോൾ 3 + 1 4 ഈവൻ നമ്പറാണ്. അപ്പോൾ സെയിം നമ്പർ തന്നെ 2. ഇനി A32 3 + 2 5 ഓഡ് നമ്പറാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈന് 3ൻ്റെ ഓപ്പോസിറ്റ് സൈന് -3. ഇനി A33 3 + 3 6 ഈവൻ നമ്പറാണ്. അപ്പോൾ സെയിം നമ്പർ തന്നെ 1 തന്നെ. ഓക്കെ, ഇനി നമ്മൾ എന്ത് എഴുതുന്നു, ഇതിൻ്റെ കോഫാക്ടർ മെട്രിക്സ് എഴുതുന്നു. കോഫാക്ടർ മെട്രിക്സ് എന്താ, ഒന്നുമില്ല, നിങ്ങൾ ചുമ്മാ കുത്തനെ എഴുതുക. എന്ത് കുത്തനെ എഴുതുക, A11 A12 A13 7 കുത്തനെയല്ല, നോർമലി A11 A12 A13 7 3 -1. ഇനി അടുത്തത് A21 A22 A23 -3 0 3 അടുത്തത് 2 -3 1. ഓക്കെ, ഇനി അഡ്ജോയിന്റ് ഓഫ് എ എഴുതണം അല്ലേ. നമുക്ക് അഡ്ജോയിന്റ് ഓഫ് എ വേണ്ടേ, അഡ്ജോയിന്റ് ഓഫ് എയും വേണം അല്ലേ. 1/det ഓഫ് എ അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എന്നാണ് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്, അഡ്ജ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് ഓഫ് എ. ഇവിടെ ഇതിന്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്താ, റോനെ പിടിച്ച് കോളാക്കുക. 7 3 -1 കുത്തനെ എഴുത്. 7 3 -1 കുത്തനെ എഴുതി. ഇനി അടുത്തത് -3 0 3 കുത്തനെ എഴുത്. -3 0 3 കുത്തനെ എഴുത്. ഇനി അടുത്തത് 2 -3 1 കുത്തനെ എഴുത്. 2 -3 1 കുത്തനെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താടാ, 1/det ഓഫ് എ ഇൻറ്റു 1 എന്താ ഡിറ്റർമിനന്റ് ഓഫ് എ അല്ലേ. ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ടുപിടിച്ചിരിക്കും 9. അപ്പോൾ 1/9 ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ അല്ലെ, ഇൻറ്റു അഡ്ജോയിന്റ് ഓഫ് എ. അഡ്ജോയിന്റ് ഓഫ് എ എന്താ, ഈ മെട്രിക്സ് ആണ് അഡ്ജോയിന്റ് ഓഫ് എ. അപ്പോൾ ആ മെട്രിക്സ് അവിടെ എഴുതണം, ഈ മെട്രിക്സ് അവിടെ എഴുതണം. 1/9 ഇൻറ്റു ഈ മെട്രിക്സ്. ആ 1/9 നമ്മൾ ഉള്ളിലോട്ട് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, എ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നോക്കുക 1/9 ഇൻറ്റു 7 7/9. ഇനി 1/9 ഇൻറ്റു -3 -1/3. ഇനി 1/9 ഇൻറ്റു 2 2/9. ഇനി 1/9 ഇൻറ്റു 3 എല്ലാ എലമെന്റ്സിനും 1/9 കൊണ്ട് മൾട്ടിപ്ലൈ കേട്ടോ. 1/9 ഇൻറ്റു 3 1/3. ഇനി 1/9 ഇൻറ്റു 0 0. ഇനി 1/9 ഇൻറ്റു -3 -1/3. ഇനി 1/9 ഇൻറ്റു -1 -1/9. ഇനി 1/9 ഇൻറ്റു 3 1/3. ഇനി 1/9 ഇൻറ്റു 1 1/9. കഴിഞ്ഞു, എ ഇൻവേഴ്സ് ആയി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്, എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ് അല്ലേ. അപ്പോൾ അത് ചെയ്യാം. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി അല്ലേ, എ ഇൻവേഴ്സ് ഇൻറ്റു ബി. ഓക്കെ, അതിൽ എ ഇൻവേഴ്സ് എഴുത്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പം കണ്ടുപിടിച്ച മെട്രിക്സ് ഈ മെട്രിക്സ് ആണ്, ഈ മെട്രിക്സ്. അപ്പോൾ എ ഇൻവേഴ്സ് എഴുതി. അതേ ഇൻറ്റു ബി എന്ന് പറഞ്ഞ ഏതാ മെട്രിക്സ്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ എഴുതിക്കുകയാണ്. ബി 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 എവിടെ, യെസ് ദിസ് ഇസ് ബി. 6 11 0. അതേ ഇൻറ്റു 6 11 0. നേരെ മൾട്ടിപ്ലൈ ചെയ്തോ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക നോക്കുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ആലോചിക്കണം. ഇതിൻ്റെ ഓർഡർ ആലോചിച്ച് നോക്കുക. ഇതിൻ്റെ ഓർഡർ എത്രയാണ്, 3/3 ആണ്. മറ്റേ മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്, 3 റോസും ഒരു കോളം അല്ലേ, 3/1. ആ സെയിം എലമെന്റ്സിൻ്റെ ആസ്തവും ഇവിടുത്തെ ഫസ്റ്റത്തെ ഒഴിവാക്കുക. ബാക്കി എന്താ 3/1, 3 1 3/1 ആയിരിക്കും നമുക്ക് കിട്ടുന്ന മെട്രിക്സിൻ്റെ ഓർഡർ. അതായത് 3 റോസും ഒരു കോളം, അതായത് ഒരു സിംഗിൾ കോളം മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക എന്നർത്ഥം. ഒരു സിംഗിൾ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിൽ എലമെന്റ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കുക. 7/9 ഇൻറ്റു 6. 6ഉം 9ഉം കട്ടാവും. 6ൽ 9, 6ൽ 3 2 ടൈംസ്, 9ൽ 3 3 ടൈംസ്. അപ്പോൾ 2 × 7 14/3 അല്ലേ, 14/3 വരും. പിന്നെ -1/3 ഇൻറ്റു 11 -11/3. ഓക്കെ, നെക്സ്റ്റ് വൺ 2/9 ഇൻറ്റു 0 0 ആണ്, പിന്നെ അത് എഴുതണ്ട. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോനെ കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. ഇനി സെക്കൻഡ് റോ എടുക്ക്. 1/3 ഇൻറ്റു 6 6/3 അഥവാ 2. ദെൻ 0 ഇൻറ്റു 11 0 -1/3 ഇൻറ്റു 0 0. അപ്പോൾ 2 മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ തേർഡ് റോ, സെക്കൻഡ് റോനെ കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഇനി തേർഡ് റോ -1/9 ഇൻറ്റു 6
-6/9 അഥവാ -2/3. ഇനി 1/3 × 11 + 11/3. ഇനി 1/9 × 0 0 അത്രയും മതി. അപ്പോൾ എത്രയായി? എന്താ കിട്ടുന്നത് നോക്ക്. 11/3 14/3 - 11/3 ദാറ്റ് ഈസ് 14 - 1 13 3/3 3/3 എന്ന് പറഞ്ഞാൽ 1. ഇനി രണ്ടാമത്തെ എലിമെന്റ് 2. മൂന്നാമത്തെ എലിമെന്റ് എന്താ? -2/3 + 11/3. അതിൽ -2 + 11 11 - 2 9/3 എന്ന് വരും, അഥവാ 3. 9/3 എന്ന് പറഞ്ഞാൽ 3. ഓക്കെ. അപ്പം മെട്രിക്സ് എക്സ് നമുക്ക് കിട്ടി. എക്സ് എന്ന് പറഞ്ഞാൽ 1 2 3 ആക്ച്വലി ഈ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് എന്താ നമ്മൾ എഴുതി വെച്ചത് നോക്ക്. XYZ അല്ലേ? അപ്പോൾ XYZ മെട്രിക്സ് XYZ = മെട്രിക്സ് XYZ. ദിസ് വൺ ഇസ് ഈക്വൽ ടു ദിസ് വൺ. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ 1, വൈ എന്ന് പറഞ്ഞാൽ 2, സെഡ് എന്ന് പറഞ്ഞാൽ 3 എഴുതിയെടുക്കുക. x = 1, y = 2, z = 3. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് മാർക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 5 മാർക്കിനൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. സോ കൃത്യമായിട്ട് പഠിച്ചു പോകാം. ഞാൻ ഉറപ്പിച്ചു പറയാണ്, എന്തായാലും ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കും. നിങ്ങൾ ഓണം എക്സാമിനായിക്കോട്ടെ, ഏത് എക്സാമിനായിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ 95% അബവ് വന്നിരിക്കും. ഓക്കെ അല്ലേ? അടിപൊളിയായിട്ട് പഠിക്കാം മക്കളെ. അടിപൊളിയായിട്ട് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആൻസർ എഴുതാൻ പഠിക്കാം കേട്ടോ. ബൈ.